കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യകുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആര് അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നോ, വിശ്വാസമായിട്ടാണ് റസൂൽ ആദ്യം പറഞ്ഞത്, ഫല്യകുൽ ഖൈർ, അവൻ എന്ത് ചെയ്യട്ടെ, നല്ലത് പറയട്ടെ, അല്ലെങ്കിലോ ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. അപ്പൊ നമ്മുടെ സംസാരം നന്നാക്കിയാൽ നമുക്ക് നമ്മളെ മനസ്സിന് എന്തുണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, നമ്മളെ മനസ്സിന് എന്തുണ്ടാവും, സന്തോഷം ഉണ്ടാവും. കാരണം സംസാരത്തിലാണ് പരദൂഷണം, മറ്റുള്ളവരെ പറിച്ചുള്ള കുറ്റം, അല്ലെ, മറ്റുള്ളവരെ കുറിച്ചുള്ള ഈബത്ത്, നമീമത്ത്, ഇതൊക്കെ എന്താണ് നമ്മുടെ നാവിലൂടെ വരുന്നത്. അതുപോലെ വായാടിത്തം, നമ്മളെ സ്വയം അഹങ്കാരം, ഗർവ് പറയാ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട വിഷയമാണ്. അതുപോലെ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയാ, ഇതൊക്കെ എന്താണ്, നമ്മുടെ മാനസിക ആരോഗ്യത്തെ തളർത്തും, അല്ലെ, നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം എന്ത് ചെയ്യും, അതിലൂടെ നഷ്ടപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയും ഖുർആനിലൂടെയും ഓരോന്നും വിശദീകരിക്കുന്നുണ്ട്. അസൂയന്റെ വിപത്ത് എന്താണ്, നമ്മൾ ഗീബത്ത് പറഞ്ഞാലുള്ള വിപത്ത് എന്താണ്, നിങ്ങളുടെ സഹോദരന്റെ മാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുവോ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ എന്താണ്, ഇതിലൊക്കെ എന്തുണ്ട്, അള്ളാഹും റസൂലും പറഞ്ഞ് നമ്മളിതിൽ ആകത്തുക മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, മനസ്സിന്റെ ആരോഗ്യത്തിന് ദീനനുസരിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച്